പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ നമുക്ക് സന്ദർഭവും ഭാഗ്യവും ഒരുക്കി തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് നാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചേർന്ന് ഇരിക്കുമ്പോൾ പാപത്തിൽ മരണപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ചും പാപത്തിൻ്റെ മരണത്തെക്കുറിച്ചുമുള്ളതായ ചിന്തകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് വച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയായി മരണമെന്ന വിഷയത്തെ കുറച്ചുകൂടെ ആഴമായി പരിശോധിക്കണമെന്ന് വിചാരിക്കുകയാണ്. മരണം എല്ലാ മനുഷ്യരെയും ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. മരണമെന്ന വാക്ക് ഉച്ചരിക്കുന്നത് പോലും അനേകർക്ക് ഭയമാണ്. മരിക്കാൻ ഭയമില്ലാത്ത ആളുകൾ വളരെ കുറച്ച് പേരെ ലോകത്തുള്ളൂ. മരണം മനുഷ്യ കുലത്തെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു ഭയപ്പെടുത്തുന്ന സബ്ജക്റ്റാണ്. എന്നാൽ സത്യവേദ പുസ്തകം പഠിക്കുമ്പോൾ മരണത്തിന് വ്യക്തമായ ചില ചിത്രങ്ങൾ വേദപുസ്തകം ദൈവശാസ്ത്രപരമായി വരച്ചിട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്ന മരണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് നിശ്ചലമായ ശരീരം സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കുന്നതാണ് നമുക്കാകെ അറിയാവുന്ന മരണത്തിൻ്റെ ഒരു ചിത്രം. ഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ അതാണ്. എന്നാൽ യഥാർത്ഥ മരണം എന്ന് പറയുന്നത് നമ്മൾ മരണമെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന സംഗതിയല്ല. വേദപുസ്തകം കാര്യകാരണ സഹിതം പഠിക്കുമ്പോഴാണ് ശരിയായ മരണം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. മരണമെന്ന വാക്ക് വേദപുസ്തകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിലാണ്. സ്രഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ പറുദീസായിൽ താമസിപ്പിക്കുകയാണ്. അവനെ അവിടെ താമസിപ്പിക്കുമ്പോൾ ദൈവം അവനോട് 4 കാര്യങ്ങൾ കൽപ്പിച്ച് പറയുന്നുണ്ട്. 1, നീ തോട്ടത്തിൽ വേല ചെയ്യണം. 2, നീ തോട്ടത്തെ സൂക്ഷിക്കണം. 3, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തൃപ്തി വരുവോളം നിനക്ക് ഭക്ഷിക്കാം. 4, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്. തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പിന്നെ ഒരു നാളിൽ നീ മരിക്കും എന്നല്ല ദൈവകൽപ്പന, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് വെച്ചാൽ എന്ന് തിന്നുന്നുവോ അന്ന് നീ മരിക്കും. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവം ഒരിക്കലും കളവ് പറയില്ല. കാരണം ദൈവം സത്യവാനാണ്, ദൈവം സത്യമാണ്. ഈ ദൈവം പറഞ്ഞ വാക്ക് നിലനിൽക്കെ തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ പാമ്പിൻ്റെ പ്രേരണയാൽ ഹൗവ വശംവദയായി ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ മരണകരമായ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നു എന്നും കൂടെ ഉണ്ടായിരുന്ന ആദമിന് കൊടുത്തു, അവനും തിന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ അവർ അപ്പോൾ മരിച്ചതായി ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തി കാണുന്നില്ല. എന്നാൽ അപ്പോൾ അവർ മരിച്ചിട്ടുണ്ടാകണമല്ലോ. അവർ മരിച്ചില്ലെങ്കിൽ ദൈവം കളവ് പറഞ്ഞു എന്ന് വരുമല്ലോ. ദൈവത്തിൻ്റെ സത്യം എന്ന സത്ത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. അതുകൊണ്ട് അന്ന് അവർ മരിച്ചു എന്ന തത്വത്തിൽ നാം സമ്മതിക്കേണ്ടി വരികയാണ്. അന്ന് അവർ മരിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ കനി തിന്ന ദിവസം അവർ മരിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പരിചയമുള്ള മരണം അന്ന് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചിട്ടില്ല. ആദമിൻ്റെ യഹോവയുടെയും പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടില്ല. അവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുകയും ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും സജീവരായി ജീവിക്കുകയും അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും അവർക്ക് തലമുറകൾ ജനിക്കുകയും ഒക്കെ ചെയ്തതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഒരിക്കലും നമുക്ക് നിഷേധിക്കാനും കഴിയില്ല. അപ്പോൾ മരണം എന്ന സത്തയ്ക്ക് വേറെ ഒരു തലം ഉണ്ട് എന്ന് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ആ തലത്തെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. യഥാർത്ഥ മരണം എന്ന് പറയുന്നത് അതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി. മറിച്ച് നാം മരണമെന്ന് വിളിക്കുന്നത്
ശരിയായ മരണം അല്ല. അത് കേവലം ഒരു സ്ഥലം മാറ്റമോ അവസ്ഥാന്തരമോ മാത്രമാണ്. ആ വ്യക്തി തുടർന്നും സജീവനായി തന്നെ ഉണ്ട്, പക്ഷേ ജഡശരീരത്തിൽ ഇല്ല. അത് നമ്മളെ ഭയപ്പെടുത്തുന്നു, ജഡശരീരം വിട്ടുപോകുന്നു എന്നുള്ളത്. എന്നാൽ യഥാർത്ഥ മരണമാണ് ഏത് വ്യക്തിയെയും ഭയപ്പെടുത്തേണ്ടത്. അത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതാണ്. എന്താണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്? എന്താണ് ശരിയായ മരണം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഒരാൾ മരിക്കുന്നത് ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ്. എപ്പോഴാണോ ഒരാൾക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്, അപ്പോൾ ആ ആൾ മരിക്കും. ജീവനില്ലാത്തതൊക്കെ മരിച്ചതാണ്. ജീവൻ നഷ്ടപ്പെട്ടതൊക്കെ മരിച്ചതാണ്. അത് ഉറപ്പായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ജീവൻ നഷ്ടപ്പെട്ടാൽ ഏതൊരാളും മരിക്കും. എന്താണ് ജീവൻ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ മരണം എപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം ബോധ്യപ്പെടേണ്ടത്. എന്താണ് ജീവൻ? ഇന്ന് അനേകം ആളുകൾക്കും ശരിക്കും അറിഞ്ഞുകൂടാത്ത ഒരു സംഗതിയാണ് ഇത്. എന്താണ് ജീവൻ? എന്താണ് ജീവൻ എന്ന ചോദ്യത്തിന് അനേകം ഉത്തരങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥമായിട്ടുള്ള ഉത്തരം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു അല്ലാതെ മറ്റാരും എന്താണ് യഥാർത്ഥ ജീവൻ എന്ന് പറഞ്ഞിട്ടും ഇല്ല. യഥാർത്ഥ ജീവൻ എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം യേശുക്രിസ്തു പറഞ്ഞത് ഒരിക്കലല്ല, ഒന്നിൽ കൂടുതൽ വട്ടം പറഞ്ഞിട്ടുണ്ട്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷത്തിലെ 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനം ശ്രദ്ധിക്കുക. അവിടെ ലാസറിൻ്റെ കല്ലറയ്ക്കരികിൽ ലാസറിൻ്റെ സഹോദരിമാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു. മൂത്ത സഹോദരിയായ മാർത്തയോട് കർത്താവ് പറയുന്നുണ്ട് ആ കല്ലറയുടെ മുമ്പിൽ വെച്ച്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഞാനാണ് ജീവൻ എന്ന് കർത്താവായ യേശുക്രിസ്തു അവിടെ അടിവരയിട്ട് പറയുകയാണ്. ഞാനാണ് ജീവൻ. യേശുക്രിസ്തുവാണ് ജീവൻ. യേശുക്രിസ്തുവാണ് ജീവൻ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് പിന്നെയും യേശുക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഇവിടെ കർത്താവ് ആവർത്തിക്കുകയാണ്, ഞാനാണ് ജീവൻ എന്ന്. ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് കർത്താവ് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൽ അനേക പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ജീവൻ യേശുക്രിസ്തുവാണ്. ഞാനാണ് ജീവൻ എന്ന് അവകാശപ്പെട്ട മറ്റൊരാളും ലോകത്തില്ല. അത് അവകാശപ്പെടുവാൻ കഴിവുള്ള ഏകനേയുള്ളൂ ജീവനാകുന്ന യേശുക്രിസ്തു മാത്രമാണ് അത്. അതുകൊണ്ട് അവൻ ധൈര്യമായും ശക്തമായും വിളംബരം ചെയ്യുന്നു, ഞാനാണ് ജീവൻ. യേശുക്രിസ്തുവാണ് ജീവൻ. ജീവൻ പോകുമ്പോഴാണ് ഏതൊരാളും മരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മുൻപ് നാം സംസാരിച്ചു വെച്ചുവല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവാണ് ജീവൻ എന്ന് വരുമ്പോൾ ഈ യേശുക്രിസ്തു ആരാണ് എന്ന് ഒരു ചോദ്യം കൂടെ ഇതിൻ്റെ പിന്നിൽ ഉയരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ആരാണ്? അനേകം ആളുകൾക്കും യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിൻ്റെ കൃത്യവും വ്യക്തവുമായ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ചിലർ പറയുന്നത് അവൻ ദൈവപുത്രനാണ് എന്നാണ്. അത് തെറ്റായ ഉത്തരം അല്ല. വേറെ ചിലർ പറയുന്നത് അവൻ ഈ ലോകത്ത് അത്ഭുതം ഏറെ പ്രവർത്തിച്ച ദൈവപുത്രനാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ കടലിൻ്റെ മീതെ നടന്നവനെന്നോ കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്തവനെന്നോ പ്രകൃതി ശക്തികളെ നിയന്ത്രിച്ചവനെന്നോ ഒക്കെ യേശുക്രിസ്തുവിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് എന്ന് ഇന്നും അനേകർ ബോധ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു പരമ യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ അവൻ ദൈവമാണ്. അത് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുന്നത് മുതൽ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ എഴുതി തുടങ്ങുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ലോഗോസ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം മുഖാന്തരം സകലതും ഉളവായി. ഉളവായതൊന്നും വചനത്തെ കൂടാതെ ഉളവായതല്ല. അവൻ ദൈവം ആയിരുന്നു എന്ന് വളരെ വ്യക്തമായി
അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശുക്രിസ്തു എന്ന ഈ വചനങ്ങൾ നമ്മളെ അടിവരയിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശുക്രിസ്തു. അവൻ സാക്ഷാൽ ദൈവമാണ്. ആ യേശുക്രിസ്തുവാണ് നിന്നുകൊണ്ട് അധികാരത്തോടെ വിളിച്ചു പറയുന്നത്, ഞാനാണ് ജീവൻ എന്ന്. ഞാനാണ് ജീവൻ എന്ന് ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായ യേശുക്രിസ്തു അവകാശപ്പെടുകയും വിളംബരം ചെയ്യുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ ജീവൻ ദൈവമാണ് എന്ന് ഇവിടെ അടിവരയിടപ്പെടുകയാണ്. യഥാർത്ഥ ജീവൻ ദൈവമാണ്. എപ്പോഴാണ് ഒരാൾ മരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് മരിക്കുന്നത് എന്നതാണ് ശരിക്കുമുള്ള മറുപടി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവൻ ദൈവമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവമാകുന്ന ജീവനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ, ആ വ്യക്തി മരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഏദൻ തോട്ടത്തിൽ ആദമിനും ഹവ്വയ്ക്കും മരണം സംഭവിച്ചതും ദൈവത്തിൻ്റെ വാക്ക് നിറവേറിയതും. അവർക്ക് അതുവരെ ദൈവവുമായിട്ട് ഒരു വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വെയിൽ ആറുമ്പോൾ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. ആദമും ഹവ്വയും ദൈവത്തോട് കൂടെ തോട്ടത്തിൽ സഞ്ചരിക്കുമായിരുന്നു. വലിയ ഒരു കൂട്ടായ്മയുടെ അനുഭവം തോട്ടത്തിൽ ഉണ്ടായിരുന്നു. മനുഷ്യനും ദൈവവും തമ്മിൽ അകലം ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ കനി ആദമും ഹവ്വയും ഭക്ഷിച്ച ദിവസം ദൈവം തോട്ടത്തിൽ നടക്കുന്ന കാലൊച്ച കേട്ടപ്പോൾ ആദമും ഹവ്വയും ഭയപ്പെട്ടു. ജീവിതത്തിൽ അന്നുവരെ അവർക്കുണ്ടായിട്ടില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഈ ഭയവും ഭീതിയും. മരണം ഒരു മനുഷ്യനെ ഭയത്തിലേക്കും ഭീതിയിലേക്കും തള്ളിയിടുന്നു എന്ന ഈ ചിന്ത നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഈ ഭയം അവരെ വല്ലാതെ ബാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ പെടാതിരിപ്പാൻ അവർ മറഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല, അവർ പാപം ചെയ്ത ആ വേളയിൽ ദൈവകൽപ്പന ലംഘിച്ച് വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ കനി തിന്ന നിമിഷം അവർ നഗ്നരെന്ന് അവർ അറിഞ്ഞു. എന്ന് വെച്ചാൽ അവരുടെ നഗ്നത വെളിപ്പെട്ടു. അവർക്ക് പരസ്പരം നാണം തോന്നി, അവർക്ക് ലജ്ജയുണ്ടായി. മരണം ഒരു മനുഷ്യനെ ലജ്ജയിലേക്ക് തള്ളിയിടുകയാണ്. ആ ലജ്ജ മറയ്ക്കുവാൻ അവർക്ക് അവരുടേതായ മാർഗം അവർ കണ്ടെത്തി. പക്ഷേ അത് പര്യാപ്തമായിരുന്നില്ല. അത്തിയുടെ ഇല കൂട്ടിത്തുന്നി വസ്ത്രമുണ്ടാക്കി അവർ ഉടുത്തു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവരുടെ നഗ്നത മറയ്ക്കുവാൻ പര്യാപ്തം ആയിരുന്നില്ല. അപ്പോൾ മരണം സംഭവിച്ച ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതോടുകൂടെ ഭയവും ഭീതിയും വല്ലാതെ അവരെ പിടികൂടുകയാണ്. മരണത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ലജ്ജ ഉണ്ടാവുകയാണ്, നാണം തോന്നുകയാണ്. മരണത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയുടെ മറ്റൊരു ചിത്രം ഇതാണ്. വീണ്ടും അവർ ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടാതെ മറഞ്ഞിരിപ്പാൻ വൃക്ഷങ്ങളുടെ മറവിലേക്ക് ഒളിച്ചു പോവുകയാണ്. മരണം ബാധിച്ച ഒരു മനുഷ്യൻ ഒളിവിടങ്ങൾ തേടുകയാണ്. അവർ ദൈവസന്നിധിയിൽ നിന്ന് ഓടി അകലുകയാണ്. ദൈവം അവരെ അകലേക്ക് തള്ളി മാറ്റുകയല്ല, അവർ ജീവനെ വിട്ട് ഓടിപ്പോവുകയാണ്. ഇപ്പോൾ അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, മനുഷ്യൻ്റെ കുഴപ്പം കൊണ്ടാണ്. അവർക്കിപ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ലജ്ജ അതിന് അനുവദിക്കുന്നില്ല, അവരുടെ ഭയവും ഭീതിയും അതിന് അനുവദിക്കുന്നില്ല. അവരിപ്പോൾ ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിപ്പോവുകയാണ്. ദൈവം മനുഷ്യനെ തള്ളിക്കളയുന്നതല്ല മരണം, മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുന്നതാണ് മരണം. മനുഷ്യൻ ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുന്നതാണ് മരണം. അവർ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവസാന്നിധ്യം ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയ്ക്കാണ്, ജീവനില്ലാത്ത അവസ്ഥയ്ക്കാണ് മരണം എന്ന് പറയുന്നത്. സ്നേഹിതരെ, ഇവിടെ ആദമും ഹവ്വയും ദൈവശാസ്ത്രപ്രകാരം മരിച്ചു കഴിഞ്ഞു. ഇപ്പോഴവർക്ക് ജീവനാകുന്ന ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇപ്പോഴവർക്ക് ജീവനാകുന്ന ദൈവവുമായി സംസാരിക്കാൻ, സംസർഗം ചെയ്യാൻ, ആശയവിനിമയം നടത്തുവാൻ, അടുത്തു നിൽക്കുവാൻ, ആ തണൽ ആസ്വദിപ്പാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു. ഇപ്പോൾ മനുഷ്യന്
മരണം സംഭവിച്ചു. പാപം എന്ന ആ വലിയ കുഴപ്പം പിടിച്ച സംഗതിയാണ് ഇവരെ മരണത്തിലേക്ക് തള്ളിയിട്ടത്. ദൈവകൽപ്പന അവർ ലംഘിച്ചിരിക്കുന്നു. ഇവിടെ പാപം എന്ന് പറയുന്നത് പല മേഖലകളിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. പാപം എന്ന് പറയുമ്പോൾ ഏതാണ് ആദ്യത്തെ പാപം, ഏതാണ് ഏറ്റവും വലിയ പാപം? ആദ്യത്തെ പാപം അനുസരണക്കേടാണ് എന്ന് ബാല്യം മുതൽ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും ആദ്യത്തെ പാപവും ഏറ്റവും കഠിനമായ പാപവും അനുസരണക്കേടല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ദൈവം മനുഷ്യനോട് പറഞ്ഞത്, സ്രഷ്ടാവായ ദൈവം, അവരെ ഉളവാക്കിയ ദൈവം, അവരെ കൈകൊണ്ട് പണിതെടുത്ത ദൈവം, അവരുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ കനി ഭക്ഷിക്കരുത്, അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നാണ്. എന്നാൽ ദൈവം പറഞ്ഞ വാക്ക് നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാമ്പ് പ്രത്യക്ഷപ്പെട്ട് ഇതേ വൃക്ഷഫലത്തെക്കുറിച്ച് മറ്റൊരു അഭിപ്രായം അവരോട് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു താല്പര്യം അവരിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. ആ വൃക്ഷഫലം തിന്നാൽ മരിക്കില്ല. ദൈവം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പാമ്പ് പറയുന്നത്. ദൈവം പറഞ്ഞത് തിന്നാൽ മരിക്കും എന്നാണ്. പാമ്പ് പറഞ്ഞത് തിന്നാൽ മരിക്കില്ല എന്നാണ്. മരിക്കില്ല എന്ന് മാത്രമല്ല പാമ്പ് പറഞ്ഞത്, അത് തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടാകും, നിങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയുവാനായിട്ട് സാധിക്കും, നിങ്ങൾ ദീർഘകാലം ജീവിക്കുകയും ചെയ്യും. ദൈവം പറഞ്ഞതിന് നേരെ വിരുദ്ധമായി പാമ്പിൻ്റെ വാക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കാരണമായി. സത്യത്തിൽ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ മുന്നിൽ വരുമ്പോൾ ഏതഭിപ്രായത്തിന് കൂടുതൽ വില കൽപ്പിക്കുന്നുവോ ആ അഭിപ്രായം പറഞ്ഞ ആളോട് ചേരുകയാണ് തീരുമാനമെടുക്കുന്നയാൾ. തീരുമാനം ഇവിടെ ഹൗവയാണ് എടുക്കുന്നത്, പിന്നീട് ആദമാണ് എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ആളുടെ നിർണയമാണ് അത് തിന്നണോ വേണ്ടയോ എന്നുള്ളത്. പാമ്പ് പ്രേരിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീരുമാനമെടുത്തത് പാമ്പല്ല, ഹൗവയാണ്, പിന്നീട് ആദമാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രേരണയുമായി പാമ്പ് മുൻപിൽ നിൽക്കുമ്പോൾ നീ ദൈവത്തെ പോലെ ആകും എന്നുകൂടെ പാമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട്. നീ മരിക്കില്ല, നീ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെ ആകുമെന്ന വാക്കാണ് ഹൗവയെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടാവുക. മരിക്കയില്ല എന്ന് പറഞ്ഞതിലധികം നീ ദൈവത്തെ പോലെ ആകുമെന്ന വാക്ക് ഹൗവയെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടാകണം. എന്തായാലും ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കെ ഏതഭിപ്രായത്തിന് ഊന്നൽ കൊടുക്കണം, ആരെ വിശ്വസിക്കണം? ആര് പറഞ്ഞ അഭിപ്രായമാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അവരെ വിശ്വസിക്കുന്നു. മറ്റേ അഭിപ്രായം പറഞ്ഞ ആളെ അവിശ്വസിച്ചതുകൊണ്ടാണ് ഈ ആളെ വിശ്വസിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് അതുതന്നെയാണ്. ദൈവത്തെ മനുഷ്യൻ സംശയിച്ചു. ഞങ്ങൾ ഈ കനി തിന്ന് ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി ദൈവം കളവ് പറഞ്ഞു എന്ന് അവർ വിലയിരുത്തി. അങ്ങനെയാണ് പാമ്പ് വിഷം കുത്തിവെച്ചത്. ഇപ്പോൾ ദൈവത്തോടുള്ള സംശയവും അവിശ്വാസവുമാണ് ഈ കനി തിന്നതിലൂടെ അവർ രേഖപ്പെടുത്തിയത്. ചുരുക്കത്തിൽ ദൈവത്തെ അവർ തള്ളിക്കളയുകയായിരുന്നു. ഒപ്പം പാമ്പിനെ സ്വീകരിക്കുകയായിരുന്നു, അംഗീകരിക്കുകയായിരുന്നു, ശിരസ വഹിക്കുകയായിരുന്നു. ഇതാണ് ലോകത്തിലേക്ക് ഏറ്റവും കഠിനവും ഏറ്റവും ആദ്യത്തേതും ഏറ്റവും ശക്തവുമായ പാപം. ദൈവത്തെ സംശയിക്കുന്നതും ദൈവത്തെ തള്ളിക്കളയുന്നതും ദൈവത്തിൻ്റെ വാക്ക് നിഷേധിക്കുന്നതും തന്നെ. അതിൽ നിന്നാണല്ലോ ഈ അനുസരണക്കേടൊക്കെ ഉടലെടുക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞതല്ല, മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളഞ്ഞതാണ്. അവിടെയാണ് മരണം സംഭവിച്ചത്. ജീവനെ ഉപേക്ഷിക്കുകയായിരുന്നു, ജീവൻ അവരെ ഉപേക്ഷിക്കുക ആയിരുന്നില്ല. ഇന്നും ലോകത്ത് സംഭവിക്കുന്ന ആത്മീക മരണങ്ങളെല്ലാം ദൈവം ഏതെങ്കിലും വിധത്തിൽ ചെയ്ത് മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല. മനുഷ്യൻ സ്വയം തീരുമാനിച്ച് മരണം ഇരന്ന് വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതാണ്. ഇവിടെ പാപം ചെയ്ത മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു.
ഭയവും ഭീതിയുമുണ്ടായി, നഗ്നതാബോധമുണ്ടായി, ഒളിവിടങ്ങൾ തേടി. ഇവിടെ മനുഷ്യൻ ദൈവത്തെ വിട്ട് ജീവനെ വിട്ട് ഓടിയാകുന്നു. ഇപ്പോൾ അവർക്ക് ജീവനില്ല, ഇപ്പോൾ അവർക്ക് ദൈവബന്ധമില്ല, ഇപ്പോൾ അവർക്ക് ദൈവം ഇല്ല, ഇപ്പോൾ അവർ മരിച്ചവരാണ്. യഥാർത്ഥ മരണം, വേദപുസ്തകം പഠിപ്പിക്കുന്ന ശരിയായ മരണം ഈ സംഭവമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധം പിരിഞ്ഞാൽ, ദൈവത്തെ വിട്ട് അകന്നാൽ, ഏതെങ്കിലും കാരണവശാൽ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് ഒരു വ്യക്തി മാറിയാൽ ആ വ്യക്തി മരിച്ചു. ആ വ്യക്തിക്കിപ്പോൾ ജീവനുമായി ബന്ധമില്ല, ദൈവവുമായി ബന്ധമില്ല, ആ വ്യക്തി മരിച്ചു. എപ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകലുന്നത്? എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൈവബന്ധം മുറിക്കേണ്ടി വരുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിന്. ആ വ്യക്തി പാപം ചെയ്യുമ്പോഴാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദൈവബന്ധം മുറിച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദൈവബന്ധത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യനും പാപം ചെയ്യാൻ കഴിയില്ല. ദൈവബന്ധം മുറിച്ച് പിശാചുമായി ബന്ധം സ്ഥാപിക്കുന്ന മനുഷ്യനാണ് പാപം ചെയ്യുന്നത്. പാപം ചെറുതാകട്ടെ വലുതാകട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തിന് തൻ്റെ ജീവിതം അടിയറ വയ്ക്കുന്നുവെങ്കിൽ ആ വ്യക്തി ജീവനാകുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം മുറിച്ച് മാറ്റി. ആ വ്യക്തി അപ്പോഴും കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, കാതുകൊണ്ട് കേൾക്കുന്നുണ്ട്, കാലുകൊണ്ട് നടക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ ഹൃദയം മിടിക്കുന്നുണ്ട്, ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ആ വ്യക്തിക്ക് ജീവനാകുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു. ഇപ്പോൾ ആ വ്യക്തി മരിച്ചു. ആ വ്യക്തിക്ക് ജീവൻ ഇല്ല. പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടുകൂട്ടിയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാറ്റഗറി ഏതുമാകട്ടെ, പാപം ചെറുതോ വലുതോ എന്നുള്ളതൊന്നും ഇവിടെ ബാധകമല്ല. പാപത്തിനൊരു വ്യക്തിയുടെ മേൽ അധികാരമുണ്ട് എങ്കിൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞു. അത് യാതൊരു തർക്കവുമില്ലാത്ത യാഥാർത്ഥ്യമാണ്. പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും നല്ലവണ്ണം വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ നല്ലവണ്ണം ചലഞ്ച് ചെയ്യുന്ന ഒരു ചിന്തയാണ് ഇവിടെ ഇപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു വയ്ക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ പാപം കൂടുകൂട്ടിയിരിക്കുന്നുവെങ്കിൽ അത് പൈശൂന്യമാകാം, പകയാകാം, വിദ്വേഷമാകാം, വെറുപ്പാകാം, കയ്പാകാം. പിന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന മദ്യപാനമാകാം, വ്യഭിചാരമാകാം, വെറുക്കൂത്തുകളാകാം, ലോക ഇമ്പങ്ങളാകാം, തട്ടിപ്പ്, വെട്ടിപ്പ്, ചതി, വഞ്ചന, വൈരം, വെറുപ്പ്, ഇങ്ങനെ എന്തുമാകാം. ഇത് ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അധികാരം നടത്തുന്നുവെങ്കിൽ, പലരും പരമഭക്തരായി അറിയപ്പെടുന്നവരാണ്, പക്ഷേ സ്വന്തം പങ്കാളിയോടോ കൂടപ്പിറപ്പിനോടോ ജന്മം നൽകിയ അപ്പനോടോ നൊന്തു പ്രസവിച്ച അമ്മയോടോ സ്നേഹമില്ലാതെ, അവരോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ ജീവിക്കുന്ന ഭക്തരെന്ന് നടിക്കുന്ന ആളുകളുണ്ട്. വചനപ്രകാരം അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവർ മരിച്ചവരാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി, പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ എന്ന്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം അധികാരം നടത്തുന്നുവെങ്കിൽ ആ വ്യക്തി ദൈവം ആകുന്ന ജീവനുമായി ബന്ധം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ആ വ്യക്തി മരിച്ചു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. മോഹം പാപമായും പാപം മരണമായും പരിണമിക്കുന്നു എന്ന് യാക്കോബ് ശ്ലീഹ എഴുതുകയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് എഹെസ്കേൽ പ്രവാചകൻ എഴുതിയിട്ടുണ്ട് 18-ാം അധ്യായം 20-ാം വാക്യം. അതുകൊണ്ട് സ്നേഹിതരെ, പാപം ആരുടെയെങ്കിലും ജീവിതത്തിൽ അധികാരം നടത്തുന്നുവെങ്കിൽ ആ വ്യക്തി മരിച്ചു. ഏതെല്ലാം അവസ്ഥകളിലാണ് ഒരു മനുഷ്യന് മരണം സംഭവിക്കുന്നത് എന്ന് തുടർന്ന് അടുത്ത പ്രാവശ്യം നിങ്ങളോട് പങ്കിട്ടുകൊള്ളാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, എന്താണ് ശരിയായ മരണം, അതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കാരണ സഹിതം തിരുവചന വെളിച്ചത്തിൽ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. കർത്താവേ, ഈ വചനം ഇങ്ങനെ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തത് മുഖാന്തരം ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന്, ഞങ്ങളിപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ, ജീവനോടുള്ള ബന്ധത്തിലായിരിക്കുന്നുവോ എന്ന് സ്വയം പരിശോധിപ്പാൻ ഞങ്ങൾക്ക് നീ തന്ന നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ തിരുത്തേണ്ടതെങ്കിൽ തിരുത്തുവാൻ, ഞങ്ങൾ ജീവനിലേക്ക് മടങ്ങി വരുവാൻ, ഞങ്ങൾ നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമാക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.
ആമേൻ. Testimony